സീറോ മലബാർ സഭയുടെ മൂന്നാമത്തെ വികാരിയായിരുന്ന എറണാകുളം വികാരിയത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യം നിലനിർത്തിക്കൊണ്ട് മേജർ ആർച്ച് ബിഷപ്പിന് വേണ്ടി ബസിലിക്ക ഇടപ്പള്ളി ഫെറോനകളും കാക്കനാടും ചേർത്ത് മേജർ അതിരൂപത നിലനിർത്തണം. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വടക്കൻ പ്രവിശ്യകൾ ചേർത്ത് ഭാരതത്തിലെ നസ്രാണി സ്വത്വത്തിന്റെ പ്രതീകമായ അങ്കമാലിയിലും പറവൂരിലും കാഞ്ഞൂരും മലയാറ്റൂരും ചേർത്തുകൊണ്ട് അങ്കമാലി പഴയ പള്ളി മോർ അബ്രഹാം പിതാവിന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന കത്തീഡ്രലായി ഉയർത്തി അങ്കമാലി ബസിലിക്കയുടെയും മലയാറ്റൂർ കാഞ്ഞൂർ കൊരട്ടി തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുടെ പ്രസക്തിയെ ഉയർത്തിക്കൊണ്ട് അങ്കമാലി രൂപത ഉണ്ടാവണം. നസ്രാണി സഭയുടെ ആദ്യത്തെ സെമിനാരിയായിരുന്ന പള്ളിപ്പുറം കേന്ദ്രീകരിച്ച് ചരിത്രപരമായ പ്രസക്തിയുള്ള ചേർത്തലയും വൈക്കവും ഉൾപ്പെടുന്ന ഒരു രൂപതയും ഉണ്ടാവുക തന്നെ വേണം. എറണാകുളത്തെ മെത്രാൻ തെരഞ്ഞെടുപ്പിലെ പ്രാദേശികത ഒഴിവാക്കാനും സഭയുടെ വളർച്ചയ്ക്കും ഏറെ നല്ലതാണ് എറണാകുളം അങ്കമാലി മഹാ അതിരൂപതയെ ഭരണപരമായി മൂന്നായി തിരിക്കുന്നത് വഴി ഉണ്ടാകുന്നത്. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് സഭയുടെ ഏത് പ്രവിശ്യകളിൽ നിന്ന് വരാം എന്നുള്ളത് കൊണ്ട് തന്നെ എറണാകുളത്തെ പ്രാദേശികവാദികളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വരുത്തന്മാർ കൂടുതലുള്ള ബസിലിക്ക ഇടപ്പള്ളി കാക്കനാട് മേഖലയ്ക്ക് എന്നും വരുത്തൻ മെത്രാപൊലിത്തയും ഉണ്ടായിക്കൊള്ളും. ചേർത്തല വൈക്കം പ്രാദേശികവാദത്തിന് അവിടെ മെത്രാൻ ഉണ്ടാവുകയും അങ്കമാലി കാഞ്ഞൂർ ലോബിക്ക് വേണ്ടി അവിടെ മെത്രാൻ ഉണ്ടാവുകയും ചെയ്യുന്നത് വഴി സീറോ മലബാർ സഭയിൽ ഇന്ന് നിൽക്കുന്ന അസ്വസ്ഥതകൾ തീരുകയും അങ്ങ് ചെയ്യും.